കേരളം ഇപ്പോൾ കൂരിരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് LDF കൊട്ടിയാഘോഷിച്ച 10 വർഷത്തെ ഇടതടവില്ലാത്ത വൈദ്യുതി എന്ന കണക്ക് വെറും പാഴുവാക്കായിരുന്നു എന്ന് തെളിയിക്കാൻ അവർക്ക് അധിക സമയം വേണ്ടി വന്നിട്ടില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും മലയാളിക്ക് പിണറായി സർക്കാർ നൽകിയ സമ്മാനം ഔദ്യോഗിക പവർ കട്ടാണ്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു സർക്കാരിന്റെ പോക്ക്. തെരഞ്ഞെടുപ്പ് ദിവസം വരെ പവർ കിട്ടില്ല എന്ന് വീമ്പ് പറഞ്ഞവർ ഇപ്പോൾ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന ഗീർവാണം മുഴക്കി ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പവർ കിട്ടില്ല എന്ന് വലിയ തോതിൽ PR വർക്കുകൾ വഴി ഇവർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് വെറും പച്ചക്കള്ളമായിരുന്നു എന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സംസ്ഥാനത്ത് ഔദ്യോഗികമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങാനും ഉദ്യോഗസ്ഥരെ തെറി വിളിക്കാനും തുടങ്ങിയതോടെയാണ് ഈ നിയന്ത്രണത്തെ പവർ കട്ടെന്ന് പേരിട്ട് ഔദ്യോഗികമാക്കാൻ സർക്കാർ നിർബന്ധിതരായത്. ഈ വിവരം SMS അയച്ച് അറിയിക്കാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു തമാശയാണ്. വിയർത്തുരുകുന്ന ജനത്തിന് SMS കിട്ടിയാൽ ആശ്വാസമാകുമോ? സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത സർവകാല റെക്കോർഡിലേക്ക് എന്നാണ് KSEBയുടെ വാദം. ഏപ്രിൽ 18-ന് 117 ദശലക്ഷം യൂണിറ്റും ഏപ്രിൽ 23-ന് രാത്രി 6195 മെഗാവാട്ടും കറണ്ട് ഉപയോഗിച്ചു എന്ന് കണക്കുകൾ നിരത്തുമ്പോൾ ഒരു കാര്യം ചോദിക്കാതെ വയ്യ. ഈ വർധനവ് മുൻകൂട്ടി കാണാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് സാധിച്ചില്ല? വേനൽ കടുക്കുമെന്നും ഉപയോഗം കൂടുമെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും മുൻകൂട്ടി വൈദ്യുതി തടസ്സം കുറയ്ക്കാനോ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമീകരിക്കാനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരുന്നത് ഈ സർക്കാരിന്റെ വലിയ വീഴ്ചയാണ്. ഇതിനെതിരെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തന്നെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ മറുപടി കേട്ടാൽ ആരും ചിരിച്ചുപോകും. കേരളത്തിലെ പവർ കട്ട് മാറാൻ പശ്ചിമേഷ്യയിലെ സംഘർഷം തീരണമത്രേ. ലോകത്തിന്റെ ഏതോ കോണിൽ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് മലയാളികൾ ഇരുട്ടത്തിരിക്കേണ്ടി വരുന്നത് എന്ന വിചിത്രമായ വാദമായിരുന്നു മന്ത്രി ഉയർത്തിയത്. യുദ്ധം കാരണം പാചകവാതക പ്രതിസന്ധി ഉണ്ടായെന്നും അതുകൊണ്ട് ആളുകൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വൈദ്യുതി ലാഭം കുറയുന്നത് എന്നുമാണ് മന്ത്രിയുടെ കണ്ടെത്തൽ. ജനങ്ങൾ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യണമെന്ന് പോലും നിശ്ചയിക്കാൻ കഴിയാത്ത വിധം ഈ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുന്നു. മഴ പെയ്യാനും ലോകസമാധാനത്തിനുമായി പ്രാർത്ഥിക്കാനാണോ ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തത്? അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഇപ്പോൾ 30% താഴെ എത്തിയിരിക്കുന്നു. പ്രതിദിനം 25 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ വെറും 51 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതിലും കൂടുതൽ ജലം അണക്കെട്ടുകളിൽ ഉണ്ടായിരുന്നു. ഈ ദീർഘവീക്ഷണമില്ലാതെയാണ് ഇന്ന് കേരളത്തെ ഇരുട്ടിലാക്കുന്നത്. ലാഭം കുറഞ്ഞാലും നിരക്ക് കൂടില്ല എന്നും മന്ത്രി പറയുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന വലിയൊരു വില വർധനവിന്റെ സൂചന കൂടിയാണ് ഇത്. ജനങ്ങളോട് AC-യുടെ താപനില 24-26 ഡിഗ്രിയിൽ വെക്കാനും വാഷിംഗ് മെഷീനും ഇസ്തിരിപ്പെട്ടിയും ഉപയോഗിക്കരുത് എന്നും KSEB നിർദ്ദേശിച്ചിട്ടുണ്ട്. വിയർത്തുരുകുന്ന ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുന്ന ഈ നടപടി പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ തെളിവാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ പറ്റിച്ച് PR വർക്ക് നടത്തുന്നവർ ഇപ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ വൈദ്യുതി പോലും തടയുകയാണ് എന്നതാണ് സത്യം.